Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് ഓപ്പോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Oppo F11 Pro ആണ്. അപ്പോൾ Oppo F11 Proന്റെ പ്രത്യേകതകൾ രണ്ടെണ്ണമാണ്. ഒരെണ്ണം പോപ്പ് സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്, 16 മെഗാപിക്സൽ പോപ്പ് സെൽഫി ക്യാമറയും പിന്നെ 48 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ Vivo V15 Proയിൽ കണ്ട അതേപോലെ തന്നെയാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സെൽഫി ക്യാമറ സെൻട്രലി അലൈൻഡ് ആണ്. Vivo V15 Proയിൽ റൈറ്റ് അലൈൻഡ് ആയിരുന്നു, പക്ഷേ ഇതിൽ സെൻട്രലി അലൈൻഡ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 6.5 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 48 മെഗാപിക്സൽ സെൻസർ സാംസങ്ങിൻ്റെ GM1 സെൻസറാണ്, അല്ലാണ്ട് സോണി IMX 586 സെൻസർ അല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. 6.5 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോ ആണ് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കൊള്ളാം. പിന്നെ ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 48 മെഗാപിക്സൽ സെൻസറാണ്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാം 3 കളറുള്ള ഗ്രേഡിയൻ്റ് ആണ്. പിങ്ക്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് വരുന്നത്. ഇതിന് തണ്ടർ ബ്ലാക്ക് എന്നാണ് ഇതിന് പേര്. പിന്നെ വേറൊരു കളറും കൂടെ ഉള്ളത് അറോറ ഗ്രീൻ ആണ് ഇതിന് വേറെ വേരിയൻ്റ്. അതും 3 ഗ്രേഡിയൻ്റുള്ള കളറാണ്. പിന്നെ ഇതാണ് നമ്മുടെ 48 മെഗാപിക്സൽ ക്യാമറ. ഇതിനകത്ത് വരുന്നത് അഡീഷണൽ സെക്കൻഡറി 5 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 48 മെഗാപിക്സൽ ക്യാമറേൻ്റെ f1.8 അപ്പേച്ചറാണ്, 5 മെഗാപിക്സൽ ക്യാമറ ഡെപ്ത് സെൻസിങ് ക്യാമറയാണ്. പിന്നെ ബാക്ക് പാനലിൽ കുറച്ചൊരു ഗ്ലോസി ഫിനിഷാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നില്ല, മറിച്ച് ഇത് ബാക്ക് പാനലിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഓപ്പോൻ്റെ ബ്രാൻഡിങ് കാണാം, മെയ്ഡ് ബൈ ഓപ്പോ എന്ന് കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടണും സിം ട്രേ ആണ് വരുന്നത്. ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മോൾ ഭാഗത്ത് സെൻസേഴ്സും ക്യാമറ പോപ്പപ്പ് ആണ് വരുന്നത്. ബോട്ടം പാനലിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ് വരുന്നത്. സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിലും USB Type-C മിസ്സിംഗ് ആണ്. പിന്നെ സോഫ്റ്റ്വെയറെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ColorOS 6.0 ആണ്. ഇത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ColorOS ആണ്. Android 9.0 ആണ് വരുന്നത്. അപ്പോൾ ColorOS നമ്മൾ പുതിയ ഇറങ്ങിയ Realme 3യിലും കണ്ടായിരുന്നു പുതിയ ColorOS 6.0 വരുന്നത്. അതേ ColorOS-നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ColorOS-ൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. സപ്പോർട്ട് ഫോർ തീംസ്, ഡുവൽ ആപ്സ്, സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാമറ ഇൻ്റർഫേസ് കുറച്ചൊരു റീവാമ്പ് ചെയ്ത ഇൻ്റർഫേസാണ്. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡാണ്, പോർട്രേറ്റ് മോഡും. പിന്നെ ക്യാമറ ഇൻ്റർഫേസ് വളരെ ഒരു നല്ലൊരു സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ഇൻ്റർഫേസ് ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കാം. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കാണാം പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 16 മെഗാപിക്സൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്, മോട്ടറൈസ്ഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ നമ്മുടെ Vivo V15 പോലെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ ഇതാണ് സെൽഫി ക്യാമറ. ഇതിനകത്ത് നല്ല സെൽഫീസ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷ. നമുക്ക് ഡിവൈസ് കിട്ടുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ്, ഇവൻറ്റിൽ നിന്ന് എടുത്ത ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ്. അപ്പോൾ അതായിരുന്നു സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിനകത്ത് വരുന്നത് ഹീലിയോൻ്റെ P70 ഒക്ടാ കോർ ചിപ്സെറ്റാണ്. ഹീലിയോ P70 പവർഫുൾ ചിപ്സെറ്റാണ്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഓപ്പോന് ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ 675 അല്ലെങ്കിൽ 710 പ്രൊവൈഡ് ചെയ്യായിരുന്നു. അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഇതിനകത്ത് 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. VOOC 3.0 ചാർജിങ് ആണ് സപ്പോർട്ടഡ്. VOOC ചാർജിങ് നമ്മൾ ഓപ്പോൻ്റെ F9 Proയിലും കണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ VOOC 3.0 ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പുതിയ വേർഷൻ ഓഫ് VOOC ചാർജിങ് ആണ്. അപ്പോൾ ഇതായിരുന്നു Oppo F11 Proൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇത് 2 വേരിയൻറ്റിലാണ് വരുന്നത്. തണ്ടർ ബ്ലാക്കും അറോറ ഗ്രീനുമാണ് 2 വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 24,999, അതായത് 25,000 രൂപയാണ്. March 15-നാണ് ഫസ്റ്റ് സെയിൽ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.